CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറിനെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും അഭിഭാഷകനുമായ CB രാജീവ് മുഖേന സുജിത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയ അവതരണം നിഷേധിച്ചതിനെ തുടർന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധത്തെ തുടർന്ന് യോഗം പിരിച്ചുവിട്ടു. മണ്ണുത്തിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ എരുമുപ്പെട്ടി തയ്യൂർ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കൊള്ളന്നൂർ തറയിൽ ഫ്രാൻസിസിന്റെ മകൻ ടോണിയാണ് മരിച്ചത്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. അകലാട് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ യാത്രികൻ കുഴഞ്ഞുവീണു മരിച്ചു. പുന്നയൂർ സ്വദേശി കപ്പളങ്കാട്ട് വീട്ടിൽ 51 വയസ്സുള്ള രമേശനാണ് മരിച്ചത്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ 70 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിപ്പിലശ്ശേരി കക്കാടത്ത് 70 വയസ്സുള്ള ശിവശങ്കരൻ എന്ന ശങ്കരൻകുട്ടിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചനൂർ പൂമുഖം സാംസ്കാരിക നിലയമങ്കണത്തിൽ ഫാറൂഖ് മങ്കുളങ്ങരയുടെ കൊണ്ടതും കേട്ടതും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. എഴുത്തുകാരി ദീപ നിഷാന്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസലിനെ പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. കുന്നംകുളം നഗരത്തിലെ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ട കുഴികളടച്ച് അപകട ഭീഷണി ഒഴിവാക്കാൻ ത്വരിത നടപടികൾ വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ചാവക്കാട് ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഹോംഗാർഡിനെയോ പോലീസിനെയോ ഏർപ്പെടുത്തണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. NCP പ്രതിനിധി MK ഷംസുദ്ദീനാണ് ആവശ്യമുന്നയിച്ചത്. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസ ഭക്തിസാന്ദ്രമായി. ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതി പൂക്കളം ഒരുക്കിയതിന് ജവാന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെ യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട് പ്രതിഷേധിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. നബിദിനാഘോഷത്തിലെ കലാപരിപാടികളിൽ പങ്കെടുത്ത എരുമപ്പെട്ടി മദ്രസത്തെ നൂറാനിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മഹൽ ഖതീബ് അത്തീഖുർ റഹ്മാൻ ബാഖവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ മാനസിക ഉല്ലാസത്തിനായി തൂവൽ സ്പർശം 2025 എന്ന പേരിൽ കല്ലുംപുറം വിദ്യാ റെസിഡൻസിയിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.